ഒരു കുട്ടിയുണ്ട്. എന്നെ അവള് വാപ്പാന്റെ സ്ഥാനത്ത് കാണണം വേർഡ് പറഞ്ഞു. ആ വേർഡാണ് എനിക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പെങ്ങളുട്ടി നമ്മുടെ ഷാനവാസ് ഖാനെ ചതിച്ചാശാനെ എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവസാനമായി നമ്മുടെ ഷാനവാസ് ഖാനെ നമ്മുടെ ആദില ചതിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ബിഗ് ബോസിനകത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. തങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് 3 കൊല്ലം ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് ജീവിച്ചത് എന്ന് ഷാനവാസിനെ ആദില ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇതുവരെ ആ പഞ്ചാര വാക്കിൻ്റെ പുറകെ നടന്നുകൊണ്ട് ഗെയിം കളിക്കാൻ വരെ നമ്മുടെ ഷാനവാസ് ഖാനോട് മറന്നുപോയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം അതുവരെ ഷാനവാസ് ഖാൻ കളിച്ച ഗെയിമിൽ നിന്നെല്ലാം മാറിപ്പോയത് ഈ ആദിലയുടെയും നൂറയുടെയും വലയിൽ വീണു പോയതിന് ശേഷമാണ്. ഇനി ഒരു പക്ഷേ ഈ അടുത്ത ആഴ്ച നമ്മുടെ ഷാനവാസ് ഖാൻ ബിഗ് ബോസിനകത്തേക്ക് പുറത്തു പോയാലും നമ്മൾ ഞെട്ടേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോമിനേഷനിൽ നമ്മുടെ ആദിലയും അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഖാനും അതുപോലെ തന്നെ നമ്മുടെ അനീഷും 3 പേരും നോമിനേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെ ആണ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എവിക്റ്റഡായി പോകാനുള്ള സാധ്യത 50% മുകളിലേക്കാണ് നമ്മുടെ ഷാനവാസിൻ്റെത് എന്നുള്ളതാണ്. ഷാനവാസിനോട് ഈ അടുത്തിടെ ഗെയിം കളിക്കാൻ വേണ്ടി മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞു. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അത് അനീഷും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടെയുള്ള വാക്കുകളിൽ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ ലൈവിൽ നടക്കുന്ന അടിയുടെ ചെറിയ ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദില അടപടലം നമ്മുടെ ഷാനവാസിനെ തേച്ചൊട്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്കാരുടെയും സഹതാവും അതുപോലെ തന്നെ കെയറിംഗ് ഒന്നും ആവശ്യമില്ല എന്നും ഞങ്ങൾ അങ്ങനെ ജീവിച്ച് പരിചയമുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഷാനവാസ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനൊരു കാര്യം ചിന്തിക്കേണ്ടതായിരുന്നു. സ്വന്തം ബാപ്പയെയും ഉമ്മയെയും തള്ളി പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഈ ലോകത്ത് നടക്കാത്തൊരു രീതിയിലുള്ള ഒരു നടത്തവുമായിട്ട് നടക്കുന്ന 2 കുട്ടികളാണ് ഇത് എന്നുള്ളതാണ്. അവരുടെ ഒരു വലയിലേക്ക് പോയി വീണു കൊടുക്കാൻ വേണ്ടി ഷാനവാസ് നിന്ന് കൊടുത്തത് വളരെ മോശമായി പോയി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആദില നോമിനേഷനിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഒന്ന് പറയുന്നത് ഷാനവാസ് നമ്മുടെ ആദിലയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഷാനവാസ് പറയുന്നില്ല. എന്തോ ഒരു രഹസ്യം ഷാനവാസിൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലക്ഷ്മിയുമായിട്ടുള്ള കൂട്ടാണ്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ ആദിലയ്ക്ക് വളരെ കാണാൻ പോലും ഇഷ്ടമില്ലാത്ത എന്നാൽ വെറുക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രവുമായിട്ട് ഇപ്പോൾ ഷാനവാസ് അടുക്കുന്നു എന്ന് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ പോയി പറയുന്ന കാര്യം ഇവിടെ വന്ന് പറയുന്നു, അനീഷിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള ഒരു നോർമലായ രീതിയിലുള്ള മറ്റൊരു കാര്യം കൂടി ആദില പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ അനീഷാണ്. അനീഷ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ തുറന്ന ഒരു പുസ്തകം പോലെ അനീഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാനവാസ് സ്ത്രീകളോടുള്ള പെരുമാറ്റം ഒന്ന് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. സ്ത്രീകളോട് ഇടപഴകുന്ന രീതിയിൽ പറയുന്ന വാക്കുകൾ വളരെ മോശപ്പെട്ട വാക്കുകൾ ചില സമയത്ത് നമ്മുടെ ഷാനവാസിൻ്റെ തൊള്ളയിൽ നിന്ന് വരാറുണ്ട്. അത് ഷാനവാസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. വീട്ടിലുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലൊക്കെ ഷാനവാസ് പറയുന്ന സമയത്ത് ലാലേട്ടൻ പല എപ്പിസോഡിൽ വന്ന് വാൺ ചെയ്യുന്നതും, ഇനി ആരെങ്കിലും വീട്ടിലുള്ളവരെ ഇനി ഷാനവാസ് പറയാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഏകസ്വരത്തിൽ എല്ലാ മത്സരാർത്ഥികളും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അനീഷിൻ്റെ മറ്റ് കാര്യങ്ങൾ ഞാൻ അവിടെ തുറന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതും ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം നമ്മുടെ അനീഷ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗെയിമുകളെല്ലാം പൊളിച്ചടക്കുക അല്ലെങ്കിൽ പൊളിച്ച് പാളീസാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഷാനവാസ് ഈ അടുത്തിടെ കഴിഞ്ഞ എല്ലാ ഗെയിമുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഷാനവാസിൻ്റെ ഒരു റോൾ അങ്ങനെയാണ്. അതും അനീഷ് എടുത്ത് പറയുകയാണ്. വളരെ നല്ലൊരു ഗെയിമറാണ് അനീഷ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ വളരെ പക്വമായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ 5 വർഷം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനും വേണ്ടി ഉയിഞ്ഞു വെച്ചതായിരുന്നു നമ്മുടെ അനീഷിൻ്റെ ജീവിതം എന്നുള്ളതാണ്. അതിൻ്റെ A മുതൽ Z വരെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അരക്കി കലക്കി കുടിച്ചിട്ടാണ് നമ്മുടെ അനീഷ് ബിഗ് ബോസിനകത്തേക്ക് വന്നത്. അപ്പോൾ ഒരാളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, എവിടെ വെച്ച് ഒഴിവാക്കണം എന്ന് അനീഷിന് നല്ല ബോധ്യമുണ്ട്. ഈ പെങ്ങളുട്ടിയെക്കുറിച്ചുള്ള വിഷമങ്ങളെല്ലാം തന്നെ വീണ്ടും നമ്മുടെ ഷാനവാസ് ഖാൻ വന്ന് പറയുന്നത് നമ്മുടെ അനീഷിൻ്റെ അടുത്താണ് എന്നുള്ളതാണ്. മൂന്നാമതൊരാൾ ഞാൻ പറഞ്ഞ മാതിരി അക്ബറാണ്.
നോമിനേഷൻ ചെയ്തത് ഷേനവാസിനെ എന്നുള്ളതാണ്. അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അനുമോൾ ഷേനവാസ് ഖാനെ ഉപദേശിക്കുന്നുണ്ട്. അത്രയും വലിയൊരു മനുഷ്യനെ നമ്മൾ അനുമോൾ പോയി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. സ്നേഹവും നമ്മുടെ പെങ്ങളൂട്ടി കളികളും എല്ലാം വീട്ടിൽ മതി, അത് റിയൽ ലൈഫ്, ഇത് ബിഗ് ബോസ് ഹൗസാണ് എന്നും ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്, ഇതൊന്നും നിങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല എന്ന് ഷേനവാസിനെ ഉപദേശിക്കുന്ന നമ്മുടെ അനുമോളുടെ റോൾ, തികച്ചും അനുമോളുടെ റോൾ പോലും ഇപ്പോൾ ഷേനവാസിന് ബിഗ് ബോസിനകത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോകും. നമുക്ക് ചെറിയൊരു ഭാഗം കാണാം. കുറിച്ച് എന്നുള്ളത് ഇവളും നമ്മളെയും കൂടെ ചർച്ച ചെയ്തിരിക്കണം. ഈ ചർച്ച ചെയ്ത സാധനം പുറത്തോട്ട് പോയി പുറത്തുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അയാൾ സാധനം പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും. എന്നെക്കുറിച്ച് എന്തിനാണ് ഒരു ചർച്ച ഉണ്ടാക്കിയത്? ഇത് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്, എന്നെക്കുറിച്ച് ചർച്ച നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുറത്തു പോവുകയും രണ്ട് പെൺകുട്ടികളുടെ കാര്യമാണ് പ്ലീസ് പറയാൻ എന്റെ പൊന്ന മോളെ, ഇത്രയും കാലം രണ്ട് പെൺകുട്ടി, എനിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട്, ഒരു കുട്ടിയുണ്ട്. എന്നെ അവള് വാപ്പാന്റെ സ്ഥാനത്ത് കാണുന്ന വീട് പറഞ്ഞു. ആ വീടാണ് എനിക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് വന്നത്. അത് എന്റെ വീഴ്ചയായിരുന്നു, എന്റെ തെറ്റായിരുന്നു ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ അപ്പോൾ അനുമോൾ പറഞ്ഞത് 100% ഞാനും യോജിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും ആങ്ങള പെങ്ങള എന്നുള്ള ബന്ധമൊക്കെ വീട്ടിലാണ് എന്ന് അനുമോൾ ഉപദേശിക്കുന്നുണ്ട്. സത്യമാണ്. കാരണം ഈ ഷേനവാസ് പറയുകയാണ്, ഞാൻ വീണു പോയത് സ്വന്തം ഉപ്പയുടെ സ്ഥാനത്താണ്, അവർ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ അങ്ങോട്ട് വീണുപോയി എന്നാണ് പറയുന്നത്. അത്തരം ആ തേൻ വാക്കിൽ വീണുപോയ നമ്മുടെ ഷേനവാസിനോട് ഗെയിം കളിക്കാൻ മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് തന്നെ ശരിവെക്കുന്ന ഒരു ഡയലോഗാണ് ഇപ്പോൾ ഷേനവാസ് പറയുന്നത്. ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇവിടെ സഹായിച്ചത് ഷേനവാസാണ് എന്ന കാര്യം ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏക അഭിപ്രായമായിരിക്കുമെന്ന് അത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ആദില എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ബിഗ് ബോസിന് പടിക്ക് പുറത്തു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇനി ഞാനൊരു കാര്യം പറയുകയാണ്, ആദില എന്ന് പറയുന്ന കുട്ടി 100 പോയതിനു ശേഷം മാത്രമായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആദില എന്ന് പറയുന്ന കുട്ടിക്ക് ഈ പാമ്പിൻ്റെ പോലെയൊക്കെയാണ്, അമ്മാതിരി വൈരാഗ്യമാണ് ആൾക്കാരോട്. അതേത് സമയത്തും അവർ പുറത്തെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഷേനവാസിനെതിരെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ അനുമോളും അതുപോലെ തന്നെ നൂറയും ആദിലയും എല്ലാം ഒരു കൂട്ടായിട്ടാണ് നടക്കുന്നത്. അടുത്ത ആദിലയുടെ ഇര എന്ന് പറയുന്നത് അനുമോളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അനുമോൾക്കും വൈകാതെ അതിൻ്റെ രുചി അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെയാണ് നമ്മുടെ നൂറ എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ ബിഗ് ബോസിനകത്ത് വലിയ ഗെയിമുകളൊന്നും തന്നെ കളിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഒരു ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് അവിടെയും ഇവിടെയും നിന്ന് പോവുകയാണ്. നമ്മുടെ ഷേനവാസനക്കാരനെ കുറിച്ച് ഇപ്പോഴും ഞാൻ ഉപ്പയുടെ സ്ഥാനത്താണ് താങ്കളെ കാണുന്നത്, എനിക്ക് സ്നേഹമാണ്, എനിക്ക് റെസ്പെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൂലക്കിരിക്കുന്ന നൂറയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ആദില അങ്ങനെയല്ല. ആദില ഒന്നാം തരം ഗെയിമിംഗ് ആണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഞാൻ ആദിലയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളും വാക്കിലൊന്നും അതിരിക്കുന്ന വാക്കിലൊന്നും വീണു പോകാൻ വേണ്ടി പാടില്ല. ഷേനവാസ് എന്ന് പറയുന്ന മനുഷ്യനെ ലക്ഷക്കണക്കിന് കേരളത്തിലെ ഒന്നുമില്ലെങ്കിൽ ഒരു സീരിയൽ പ്രേക്ഷകർ മാത്രം വോട്ട് ചെയ്താൽ വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഷേനവാസിൻ്റെ ആ ബോഡി ഫിഗറും അതുപോലെ തന്നെ ആ ഒരു ചങ്കൂറ്റവും ആ ഒരു റോളുകളും എല്ലാം തന്നെ മലയാളികൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ഷേനവാസ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് പോലും കളിച്ച് വിജയിക്കാനുള്ള എല്ലാവിധ അസറ്റും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും ഇത്തരം ഒരു കളിയിലേക്ക് അദ്ദേഹം നീങ്ങിയത് വലിയൊരു മൈനസ് റോളിലേക്ക് അദ്ദേഹം പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത എവിക്റ്റഡിൽ ചിലപ്പോൾ നമ്മുടെ ഷേനവാസ് പുറത്തേക്ക് പോയാലും നമ്മൾ ആരും അതിൽ ദുഃഖിക്കേണ്ടതായിട്ടില്ല. കാരണം അത്തരം ഒരു കളിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഷേനവാസ് ബിഗ് ബോസിനകത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മൈനസ് പോയിന്റിലേക്ക് ഷേനവാസ് പോവുകയാണ്. തീർച്ചയായിട്ടും മനീഷ് നല്ലൊരു ഗെയിമറാണ്. അദ്ദേഹം കുറച്ചും കൂടി ചുവട് മാറ്റിക്കൊണ്ട് ഇപ്പോൾ മറ്റ് ഭാഗത്തേക്ക് അനീഷ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബറും നല്ലൊരു ഗെയിമറാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പെങ്ങളൂട്ടിയുടെ കൂടുതൽ ഗെയിമുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും നമ്മുടെ പെങ്ങളൂട്ടി നമ്മുടെ ആശാനെ ചതിച്ചു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയാണ് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടു പേരും തമ്മിൽ തർക്കിക്കുന്നതും അടിപിടിയുമാണ് ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്കും വലിയ ഫൈറ്റിംഗ് ആണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് നമ്മുടെ ആദിലയും അതുപോലെ തന്നെ ഷേനവാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷേനവാസ് ഈ സങ്കടങ്ങളെല്ലാം പോയി പറയുന്നത് അനീഷിൻ്റെ അടുത്താണ് എന്നുള്ളതാണ്. അനീഷ് ഒരു പുച്ഛഭാവത്തോടു കൂടി നമ്മുടെ ഷേനവാസ് ഖാനെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. കാരണം ഷേനവാസ് ഖാനെ രണ്ടാമത് നോമിനേഷനിലേക്ക് സജസ്റ്റ് ചെയ്ത ആൾ നമ്മുടെ അനീഷാണ് എന്നുള്ളതാണ്. അതൊക്കെ മറന്നുകൊണ്ട് പാവം ഷേനവാസ് ഇപ്പോൾ പിടുത്തം വിട്ട ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷേനവാസ് പറയുന്നുണ്ട്, ഞാൻ
ഉപ്പ മരിച്ചതിന് ശേഷം 2 സഹോദരിമാരെയും എൻ്റെ ഈ തോൾക്കെടുത്തിയാണ് വലുതാക്കിയത്. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയും ഒരു ഗെയിം ഒറ്റയ്ക്ക് കളിക്കാനുള്ള എല്ലാ ചങ്കൂറ്റവും എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഷെഹനവാസിന് ഗെയിം മാറ്റി കളിച്ചാൽ നല്ലത്. തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഷെഹനവാസ് ഗെയിം മാറ്റി പിടിക്കണമെന്നാണ് നമുക്ക് വിനീതമായി പറയാനുള്ളത്. വീണ്ടും നല്ല വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.